വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ടെസ്ല കമ്പനിയിൽ ഈ സമീപകാലത്ത് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇലോൺ മസ്കിനെയോ ടെസ്ല കമ്പനിയെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികളെയോ പറ്റി കുറ്റം പറയുകയോ അതല്ലെങ്കിൽ അവരെ വിമർശിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള ഒരു വീഡിയോ അല്ല ഇത്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ടെസ്ല ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിലുള്ള കടുത്ത കോമ്പറ്റീഷൻ തന്നെയാണ്. BYD പോലുള്ള കമ്പനികൾ ടെക്നോളജിയിലാണെങ്കിലും അതുപോലെ ബാറ്ററി എഫിഷ്യൻസിയുടെ കാര്യത്തിലാണെങ്കിലും ടെസ്ലയേക്കാൾ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സെയിൽസിൻ്റെ കാര്യത്തിലും ടെസ്ലയേക്കാൾ മുൻപന്തിയിൽ ഇപ്പോൾ BYD പോലുള്ള കമ്പനികൾ എത്തിയിട്ടുണ്ട്. ടെസ്ലയ്ക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറവാണ്. മാത്രമല്ല വണ്ടിയുടെ മോഡലിൽ അതിൻ്റെ രൂപത്തിലൊന്നും വലിയ വ്യത്യാസമൊന്നും വരുത്താതെ ഏകദേശം ഒരുപോലെ തന്നെ തോന്നിക്കുന്ന വാഹനങ്ങളാണ് ടെസ്ല പുറത്തിറക്കുന്നത്. മാത്രമല്ല ഇലോൺ മസ്ക് ഇപ്പോൾ US പൊളിറ്റിക്സിൻ്റെ ഭാഗം കൂടി ആയതുകൊണ്ട് പല പൊളിറ്റിക്കൽ സ്റ്റാൻസും ഈ കമ്പനിയെയും ബാധിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇലോൺ മസ്കും ട്രംപും വളരെ സഹകരണത്തോടു കൂടിയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. കാരണം US ഇലക്ഷൻ സമയത്ത് ട്രംപിന് വേണ്ടി എക്സിലൂടെ ഇലോൺ മസ്ക് ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി കുറച്ചൊന്നുമല്ല ട്രംപിനെ സഹായിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ ഇലോൺ മസ്കിൻ്റെ മുന്നിൽ വലിയ ഒരു പ്രതിസന്ധി വന്നിരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ആളുകൾ ടെസ്ല കാറുകൾ കത്തിക്കുന്നതും അതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ പറയുന്ന ടെസ്ല കാറുകൾക്കും ഈ കമ്പനിക്കുമെതിരെ പൊതുജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ ടെസ്ല കാറുകൾ കത്തിച്ചും സ്പ്രേ പെയിന്റ് ചെയ്തുമൊക്കെയാണ് ആളുകൾ അവരുടെ പ്രതിഷേധം പ്രകടമാക്കുന്നത്. ഇത് ടെസ്ല കമ്പനിയുടെ ഗുഡ്വില്ലിനെ സാരമായ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇലോൺ മസ്കിന് ഇത് മാത്രമല്ല പ്രശ്നം. മസ്കും ടെസ്ലയും ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടെസ്ല കമ്പനിയുടെ ഓഹരിയിൽ വന്നിട്ടുള്ള വൻ ഇടിവാണ്. കഴിഞ്ഞ ഡിസംബർ മുതൽ ഈ മാർച്ച് വരെ 3-4 മാസം കൊണ്ട് ടെസ്ല കമ്പനിയുടെ ഷെയർ വാല്യൂ അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും 53% ഇടിഞ്ഞിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളി തന്നെയാണ്. $800 ബില്യൺ ഇതിനോടകം ടെസ്ല കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പിൽ നിന്നും ഇടിഞ്ഞിരിക്കുന്നത്. 800 ബില്യൺ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് എത്ര വലിയ തുകയാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇത് ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ 17 ലക്ഷം കോടി രൂപയാണ്. ഇലോൺ മസ്കിന് മാത്രം അദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്തിൽ നിന്നും $160 ബില്യൺ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാര്യം US-ൻ്റെ താരിഫുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ന്യൂസുകളും മറ്റുമാണ്. US സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ നല്ല രീതിയിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ പല രീതിയിലും ടെസ്ല കാറുകളെ പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ വൈറ്റ് ഹൗസിൻ്റെ മുന്നിൽ വരെ ടെസ്ലയുടെ പ്രൊമോഷൻ പരിപാടി നടന്നു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ട്രംപ് തന്നെ നേരിട്ട് ഇറങ്ങിയാണ് ഇലോൺ മസ്കിനെ സഹായിക്കുന്നത്. ട്രംപ് ഒരു ടെസ്ല കാർ വാങ്ങുകയും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയുമൊക്കെ ചെയ്യുന്ന സാഹചര്യം. കാർ വാങ്ങി എന്ന് മാത്രമല്ല ടെസ്ല കാറുകളെയും കമ്പനിയെയും പറ്റി വളരെ നല്ല രീതിയിൽ സംസാരിക്കാനും ട്രംപ് മറന്നില്ല. ഇത് കാരണം ട്രംപിൻ്റെയും US ഗവൺമെൻറ്റിൻ്റെയും സപ്പോർട്ട് തനിക്ക് ഉണ്ട് എന്നതുകൊണ്ട് ഇതെല്ലാം തിരിച്ചു പിടിക്കാനാവും എന്ന ഒരു ആത്മവിശ്വാസം ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുക എന്നതായിരിക്കാം ലക്ഷ്യം. എന്നാൽ അതുമാത്രമല്ല ട്രംപ് ടെസ്ലയ്ക്ക് വേണ്ടി ചെയ്തത്. ഇപ്പോൾ ടെസ്ല കാറുകളെ ആരെങ്കിലും ആക്രമിക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡാമേജുകൾ വരുത്തുകയോ ചെയ്താൽ അത് ഡൊമസ്റ്റിക് ടെററിസത്തിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. 20 വർഷമോ ചിലപ്പോൾ ലൈഫ് ടൈം തന്നെ തടവ് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള വകുപ്പാണ് ഇത്. എന്തായാലും ഇലോൺ മസ്കാണിത്. ഇതിനു മുമ്പും ഇതുപോലെ പല പ്രതിസന്ധികളും ഉണ്ടായ സമയത്തും തളരാത്ത ഒരു വ്യക്തിത്വമാണ് ഇലോൺ മസ്കിൻ്റേത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തിയോടെ ഇലോൺ മസ്കും ടെസ്ലയും മുന്നോട്ട് തന്നെ സഞ്ചരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ എന്തായാലും US ഗവൺമെൻറ്റിൻ്റെ സമ്പൂർണ്ണ സപ്പോർട്ട് കൂടി ഉള്ളതുകൊണ്ട് അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.